അല്ല, ഇതൊരു സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങിയതാണ് ഞങ്ങൾ. ഓഹോ, ഒരു പ്രോപ്പർ മാട്രിമോണിയൽ വെബ്സൈറ്റ് ആയിട്ട് കുറച്ചേ ആയുള്ളൂ. പിന്നെ ഉടനെ ഒരു മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്യാനുള്ള ഒരു പ്ലാനും ഉണ്ട്. അല്ല ഈ വെബ്സൈറ്റ് തന്നെയാണോ ജാതകവും പൊരുത്തമൊക്കെ നോക്കുന്നത്? അല്ല, അതിന് നമുക്ക് സ്റ്റാഫ് ഉണ്ട്. അത് നന്നായി. എനിക്ക് ഈ അന്ധവിശ്വാസത്തിലൊക്കെ ഭയങ്കര വിശ്വാസമാണെന്ന്. എപ്പോഴും ഇങ്ങനെയാണോ? എന്താ? അല്ല, എപ്പോഴും ഇങ്ങനെ ഫോർമൽ അറ്റാറാണോ ഇടാറുള്ളത്? ഓൾമോസ്റ്റ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് ഈ ഒരു ഔട്ട്ഫിറ്റാണ്. സോ അവിടെ ഞാൻ 4-5 കൊല്ലത്തോളമായി. വന്ന് ഈ ഒരു ഔട്ട്ഫിറ്റ് തന്നെ ഔട്ട്ഡോർ ഇടാറുള്ളൂ. ഏത് ഫോമിലാണ് വർക്ക് ചെയ്യുന്നത്? മാഗ്മ IT സൊല്യൂഷൻസ്, ഇവിടെ ഇൻഫോ പാർക്കിൽ. ഇഷ്ടപ്പെട്ട ജോലിയാണോ? എന്താ? അല്ല, ഇപ്പോൾ ഉള്ള ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന്? അങ്ങനെ ചോദിച്ചാ മെയിൽ വരാൻ സമയമായല്ലോ. നെറ്റ് സ്ലോ ആയിരിക്കും. ഞാൻ എൻ്റെ മൊബൈലൊന്ന് കണക്ട് ചെയ്യാം. ഇല്ല, അത് കുഴപ്പമില്ല, എനിക്ക് കിട്ടുന്നുണ്ട്. വന്നോ? ഓപ്പൺ ചെയ്തേ. ഓപ്പൺ ചെയ്. താഴ്പോ അതിൻ്റെ അകത്തൊരു PDF കാണും. ഓപ്പൺ ചെയ്യ്. PDF ഓപ്പൺ ചെയ്യ്. നീ ആ സാലറിയുടെ ഇതിലേക്ക് പോയേ. താഴോട്ട് നിർത്ത്. ചേട്ടാ, അവന് കിട്ടി ചേട്ടാ. അതെ, മാഗ്മയിൽ തന്നെ. ചേട്ടാ, അന്ന് അവന് ഇൻ്റർവ്യൂവിന് പോയിരുന്നില്ലേ? അതെ, അത് തന്നെ, അന്ന് ബാംഗ്ലൂർ പോയത്. അത് തന്നെ ചേട്ടാ. അതെ ചേട്ടാ, സാലറി ഒക്കെ നന്നായിട്ടുണ്ട് ചേട്ടാ. അതെ. തൽക്കാലം എവിടാന്ന് അറിയത്തില്ല. ബാംഗ്ലൂർ ആയിരിക്കും. നീ സാറ്റിസ്ഫൈഡ് അല്ലേടാ? എങ്ങോട്ടെങ്കിലും ഒക്കെ ആയിരിക്കും. നല്ലൊരു വലിയൊരു ആശ്വാസം. നിനക്ക് ഓക്കെ അല്ലേ? ഇതിനുവേണ്ടി എന്തോരം കഷ്ടപ്പെട്ടായിരുന്നു. അതെ ചേട്ടാ. അതെ, എന്തായാലും തീർച്ചയായിട്ടും കാണാം ചേട്ടാ. നാളെ മറ്റന്നാൾ ഞാൻ അവനുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ കാണാം. മതി, ആ ഫോണിങ്ങതാ. ആകോ ചേട്ടാ. അരവിന്ദ്, നിന്നെ സാറ് വിളിക്കുന്നുണ്ട്. അരവിന്ദ്, what is this? What the hell is this? താനൊക്കെ ജോബ് ട്രെയിനിങ് സമയത്ത് എവിടെ നോക്കിയിരിക്കായിരുന്നു? 4 വർഷമായിട്ട് ഒരു ബേസിക് ഫോണ്ട് പോലും നിനക്ക് ചൂസ് ചെയ്യാൻ അറിയില്ലേ? സോറി സർ. Arvind, I want this report by lunch today. You're gonna re-edit this report with 0 errors. Get that? Don't just stand and stare there like a buffoon. Get the hell out of my office! Hey, you don't have to answer if you don't want to. എന്താ? അല്ല, അരവിന്ദിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഉത്തരം പറയണമെന്നില്ല. അങ്ങനെയൊന്നുമില്ല. ലെറ്റ്സ് സേ ഇറ്റ് പേയ്സ് വെൽ ഫോർ നൗ. പിന്നെ സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെ സാറ്റിസ്ഫൈഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. വേറെ ഫേംസ് നോക്കുന്നുണ്ടോ? അല്ല, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദാറ്റ്. ഇപ്പോൾ കമ്പനി മാറിയാലും ഈ ഒരു ജോലിയുടെ സ്വഭാവം ഒന്നും മാറില്ലല്ലോ. ഈ ഒരു ലൈഫ് സ്റ്റൈലിനോടാണ് ഒരു ലാക്ക് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് വന്നേക്കുന്നതാ ഈ ഔട്ട്ഫിറ്റ്. ടു ബി ഓണസ്റ്റ്, ഐ ഡോണ്ട് ലൈക്ക് വെയറിംഗ് ദിസ് either. അങ്ങനെയാണ്. എനിക്ക് സാരി ഉടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വേണം. സംതിങ് ലൂസ് ആൻഡ് കംഫി. വല്ല ഷോർട്ട്സോ പലാസോ ഷർട്ട്സോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഈ മുടി എന്നെ കണ്ട ഇപ്പോൾ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറുടെ ലുക്കാ. എനിക്ക് വല്ല പോണിറ്റെയിലോ ഹൈ ബണ്ണോ ഒക്കെ ഇഷ്ടം. എനിക്കെൻ്റെ ഹെയർ സ്റ്റൈൽ ഇഷ്ടമല്ല. സാറേ പ്ലീസ് സാറേ, ഞാൻ നാളെ വീട്ടിൽ പോയി വെട്ടിക്കോളാം സാറേ. പ്ലീസ് സാറേ. നിന്നോട് എന്ന് മുടി വെട്ടിട്ട് വരാനാണ് ഞാൻ പറഞ്ഞത്.
സാറേ ഞാൻ നാളെ വെട്ടും അനുസരണം പഠിക്കാൻ പറ്റുമോ ഞാൻ ഒന്ന് നോക്കട്ടെ. നാളെ വേണ്ട, ഞാൻ വെട്ടിക്കോളാം. സാറേ ഞാൻ നാളെ അടങ്ങിയിരുന്നോണം, അടങ്ങിയിരുന്നോണം. നേരെ ഇരി. സാറേ ഞാൻ നാളെ വെട്ടും സാറേ. എനിക്കെന്തോ എൻ്റെ ഹെയർ സ്റ്റൈൽ തീരെ ഇഷ്ടമല്ല. എനിക്ക് ആഗ്രഹം കുറച്ചും കൂടി നീട്ടി വളർത്തണം എന്നൊക്കെയാണ്. ആഗ്രഹോ? ഇപ്പൊ ഇതുവരെ ഒന്ന് ട്രൈ പോലും ചെയ്തിട്ടില്ലേ? എവിടെ നിന്ന്? എപ്പോഴും ഇങ്ങനെയായിരിക്കും. എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും. സ്കൂളോ ജോലിയോ വീട്ടുകാരോ നാട്ടുകാരോ എൻ്റെയൊക്കെ ഇഷ്ടവും താല്പര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർ തീരുമാനിക്കുന്നു. യാ, അങ്ങനെ നോക്കിയാ എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെ. ആരെയൊക്കെ ഭയക്കണം, എന്തിനൊക്കെ പേടിക്കണം എന്ന് കേട്ടാ വളർന്ന്. അരവിന്ദൻ്റെ ഒരു കാര്യം അറിയോ? എൻ്റെ കോളേജ് ഇവിടുന്ന് 20 കിലോമീറ്റർ ദൂരെയാ. എനിക്കാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഹോസ്റ്റലിൽ റാഗിങ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് 4 കൊല്ലം ഞാൻ ഡേ സ്കോളറായിട്ടാണ് പോയത്. 4 കൊല്ലം. ഇനി ഒരു പക്ഷെ ഉണ്ടെങ്കിൽ തന്നെ റാഗിങ് ഒക്കെ ഒരു ചാലഞ്ച് അല്ലേ? അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു മീനിങ് ഉള്ളൂ ലൈഫ്. Long nights and neon lights, city screens lost in the fight. Dusty dreams on worn out streets. I stand tall, we won't retreat. Broken chains and shattered glass. Another waiting, I'll kick some ass. Outlaws running through the storm. We rise up for force reborn. Let me roar, feel the fire. Raise your fist, take it higher. Unleash the beast inside my soul. Rock and roll never grows old. Turn it up till the speaker. ആ സൂപ്പർമാൻ അങ്ങോട്ട് വിട്ടേ. ഈ സൂപ്പർമാൻ ഒരു പ്രത്യേകത എന്താ അറിയോ നിനക്കറിയോടാ? ഈ സൂപ്പർമാനെ ഷടി പുറത്തേട, അകത്തല്ല കേടാ. ഹോസ്റ്റലാണ്, ഗവൺമെന്റ് കോളേജാണ്. അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായെന്നിരിക്കും. നീ ഒന്നിലും കയറി പ്രതികരിച്ചേക്കരുത്. റാഗിങ് ഒക്കെ ഉണ്ടായെന്ന് വരും. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ നീ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം, കേട്ടല്ലോ? അതും ഇതും പറഞ്ഞ് വിളിച്ചാലേ ഓടി വരാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സമയമില്ലെന്നുള്ള കാര്യം അറിയാലോ. എന്റെ മോനെ, ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ലേട്ടാ. കൊള്ളാം ചേട്ടാ, കിട്ടിയില്ല ക്രിയേറ്റിവിറ്റി. ചേട്ടാ എന്റെ ഷഡിയാ. ആ എന്നാലേ ഇത് മുതൽ ഇവന്റെ ഷഡിയാ. ചേട്ടാ നീ എന്താണോ കാണിക്കുന്നത്? ഒന്നില്ലടാ, ചെറിയൊരു ഫിനിഷിംഗ് ടച്ച്. ചേട്ടാ എന്തോന്നത് സൂപ്പർമാനെ ചെക്കനെ പിടിച്ചത് ഡിങ്കനാക്കി. ഒരു ഫോട്ടോ എടുക്കടാ. എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ. വല്ലപ്പോഴൊക്കെ ലൈഫിൽ നമ്മൾ റെബലാവണമായിരുന്നു. ഐ ഹവ് ഓൾവേസ് വാണ്ട് ടു ബി എ സിംഗർ. എൻ്റെ ഡ്രീം, എൻ്റെ പാഷൻ. ബട്ട് യു നോ വാട്ട്, ദേ ഡിഡ്ന്റ് ഈവൻ ലെറ്റ് മീ ട്രൈ. ജീവിതത്തിൽ തോറ്റുപോകും എന്നുള്ള പേടി. ഒരുപക്ഷെ റിസൾട്ട് നെഗറ്റീവ് ആയപ്പോലും അത് നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കണം. ഇത് നമ്മുടെ തീരുമാനം പോലും അറിയാതെ നമ്മുടെ പാരൻസ് അങ്ങ് എല്ലാം ചെയ്യല്ലേ. അതിൽ പിന്നെ കുറച്ച് ഗുണമുള്ള കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ രണ്ടുപേരും കാണാനും ഇവിടെ നിന്ന് സംസാരിക്കാനും കാരണം എന്താ? നമ്മുടെ വീട്ടുകാരോട് പിടിച്ചിരുത്തിയോണ്ടല്ലേ. വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ വീട്ടുകാരെ ഇവിടെ പിടിച്ചിരുത്തിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കുക പോയിട്ട് ഒന്ന് കാണുപോലില്ലായിരുന്നു. അങ്ങനെ പറയരുത്. നമ്മൾ തമ്മിൽ കാണാൻ യാതൊരു പ്രോബബിലിറ്റി ഇല്ലേ? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്.
ഇപ്പം നമ്മൾ രണ്ടുപേരും റാൻഡായിട്ടൊരു കോഫി ഷോപ്പിൽ വെച്ച് കണ്ടുമുട്ടിയ അഞ്ജലിയെ പോലെ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നൊരു പെൺകുട്ടി എൻ്റെ ഈ ഒരു ലുക്കിലുള്ള ഒരാളുടെ അടുത്തൊന്ന് സംസാരിക്കൂ. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്താലും ഒഴിവായി പോവല്ലേ ഉള്ളൂ. അങ്ങനെ ജഡ്ജ് ചെയ്യരുത്. ലുക്സിലൊന്നല്ല കാര്യം. അങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് സംസാരിക്കാൻ നോക്കല്ലേ. ഓണസ്റ്റ് ആയിട്ട് പറ, ലുക്സിലൊക്കെ കാര്യമില്ലേ? I'll be honest. If I ever met the real Arvind, മുടിയൊക്കെ നീട്ടി വളർത്തിയ, ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്ന, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ട the real Arvind, ഞാൻ അങ്ങോട്ട് വന്ന് സംസാരിക്കും. ലൈഫിൽ നമുക്കൊരു റിവൈൻഡ് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ? ഫോട്ടോ എടുക്കടാ. അച്ഛാ, അമ്മ, എനിക്ക് ജോലി വേണ്ട. I quit.
ചമച്ചു തിങ്കളും കാതിൽ പാട്ടുമൂളി തെന്നലും നമ്മളൊന്നു ചേരും നേരം. പാട്ട് അടിപൊളിയാണ്. താങ്ക് യു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. താങ്ക്സ്. Hi sir, ma'am, your order? ചോക്കോ മാഡ്നസ്. Yeah. അഞ്ജലി. അരവിന്ദ്. Walking through the shadows dark, missing moments left a mark in the stillness of the night. Wish I had another fight. Through the valleys I will climb, turn back pages, seek the rhyme. Life's a book with open ends, sometimes we just need amends. Give me a chance to rewind, erase the wrong, spending time. A melody so pure and kind, breathe again and realign. Violins play soft and slow, trumpets call where dreams go. A symphony lifts me high underneath the endless sky. Looking back I see it clear, every laugh and every tear. Stars above, they shine so bright, guiding me